ചേട്ടാ, നമ്മളിപ്പം സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്പിരിറ്റ് ലൈവ് ആയാലേ നമുക്ക് ദൈവമായിട്ട് കണക്ഷൻ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവത്തിനെ അറിയുന്നത്? ഹൗ ഡു വി നോ ഗോഡ്? നല്ലൊരു ചോദ്യമാണ്. നമുക്കത് വചനത്തിൽ നിന്നത് ചിന്തിക്കാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാം വാക്യ പ്രകാരം പറയുന്നുണ്ടോ, ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ടു നോ ഗാഡ്, അറിയുന്നതാണ്. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞ വാക്കിന് ബിബ്ലിക്കലി വെരി ഡീപ്പ് മീനിങ് ഉണ്ട്. വളരെ ആഴമുള്ളൊരു മീനിങ്ങാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാമോ? ഇല്ലെങ്കിൽ ഇസ്രായേൽ നെതന്യാഹുവിനെ അറിയാമോ? നെതന്യാഹു കേട്ടിട്ടുണ്ട്. പക്ഷെ നെതന്യാഹുവിനെ അറിയാമോ? ഇല്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ യേശുദാസിനെ നമുക്കറിയാം അല്ലേ, പക്ഷെ നിങ്ങളുടെ അറിവല്ല എനിക്കുള്ള അറിവ്. കാരണം ഞങ്ങൾ കൂടെ നടന്നതായതുകൊണ്ട് ആ അറിവിൻ്റെ ലെവലിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ എന്നോട് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ അങ്ങനെയാണോ. നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളോട് ഇടപഴകുമ്പോഴേക്കും യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾക്ക് അറിയുന്ന പോലെയല്ല പുറത്തും ലോകം അറിയുന്നത്. ഹി വാസ് സോ ക്ലോസ്, സോ നാച്ചുറൽ, റിയൽ മാൻ, ഒരു സാധാരണ മനുഷ്യനായിട്ട് നമുക്കറിയാം. അപ്പോൾ യേശുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം അല്ലേ. യേശുവിനെ അറിയുന്ന നിത്യജീവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നമ്മളൊരു വാക്യം നോക്കുകയാണെങ്കിൽ ജനസിസ് 4:1 നമ്മളൊന്ന് വായിക്കാമോ? ജനസിസ് 4:1. Now Adam knew Eve his wife, and she conceived and bore Cain. Adam knew Eve and she conceived. ആദം ഹവയെ അറിഞ്ഞു ആൻഡ് ഷീ കൺസീവ്ഡ്. അപ്പോൾ അറിഞ്ഞു എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഒരു ഡീപ്പ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് പുറത്തു വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാ ദൈവത്തെ നമ്മൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലുള്ള ആ ഒരു അഭേദ്യമായിരിക്കുന്ന ഒരു ക്ലോസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. നമ്മൾ അറിയും തോറും അതനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമുക്ക് ശമൂവേലിൻ്റെ ഉദാഹരണം നമുക്ക് എടുക്കാം. ഫസ്റ്റ് സാമുവേൽ നമ്മൾ നോക്കിയാൽ ശമൂവേലിൻ്റെ ചരിത്രം നമുക്കറിയാം. ഹന്ന കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ചു അല്ലേ. ശമൂവേലിനെ ദൈവം കൊടുക്കുന്നു. ശമൂവേലിനെ കൊടുക്കുമ്പോഴേക്കും ഹന്ന ശമൂവേലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. നമുക്ക് സമയ പരിധി കൊണ്ട് നമുക്കത് ആ വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. ഞാൻ പറഞ്ഞ വാക്യം ശമൂവേലിൻ്റെ ഫസ്റ്റ് സാമുവേൽ 1:28 കാണാം നമുക്ക്. Therefore I also have lent him to the Lord. As long as he lives, he shall be lent to the Lord. So they worship the Lord there. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ശിശുവാണ്. ഓക്കെ, അടുത്ത അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ 1 ശമൂവേൽ 2:11 നോക്കിക്കേ. ശമൂവേൽ കുറച്ച് വളർന്നു ബാലനായി. ആ വാക്യം വരുമ്പോഴേക്കും പിന്നെ എൽക്കാന രാമേൽ തന്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അപ്പോൾ ബാലൻ എന്ന് പറയുന്നത് ശമൂവേല് പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ആലയത്തില മറന്നു പോകരുത്. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഓരോരോ സ്റ്റെപ്പ് കയറി വരിക. 21 ഒന്ന് വായിച്ച അതിന്റെ. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. അപ്പോൾ പഞ്ഞിനുലങ്കി കൊണ്ട് ശുശ്രൂഷിക്കുന്നു. ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷിക്കുന്നു. ഇവിടെ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു എന്ന് വായിക്കുന്നു അല്ലേ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അന്ന് രാത്രി യഹോവ ശമൂവേലിനെ വിളിക്കുന്നതായിട്ട് കാണാം.
3 തവണ വിളിക്കുന്നുണ്ട്. ശമൂവേല് ശമൂവേല് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ശമൂവേലിന് മനസ്സിലാകുന്നില്ല. ഓരോ തവണ യഹോവ വിളിക്കുമ്പോഴും ശമൂവേൽ ഓടി ഏലി പുരോഹിതൻ്റെ അടുക്കാ ചെല്ലുന്നത്. എന്നെ വിളിച്ചു പോകും. 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതന് മനസ്സിലായി ഇത് ദൈവമാണ്, യഹോവയാണ് ശമൂവേലിനെ വിളിക്കുന്നത്. അപ്പോൾ ഏലി പുരോഹിതൻ ശമൂവേലിനോട് പറയുക, ഇനി ആ ശബ്ദം നീ കേൾക്കുകയാണെങ്കിൽ അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറയുന്നുണ്ട് ഏലി പുരോഹിതൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 തവണ, 4-ാം തവണയാണ് ദൈവം യഹോവയെ ദൈവം ശമൂവേലിനെ വിളിക്കുന്നു, ശമൂവേലെ. എന്നിട്ട് അനേക കാര്യങ്ങൾ ശമൂവേലിനോട് പറയുന്നു. ശമൂവേൽ എന്നിട്ട് എൻ്റെ അധ്യായത്തിൽ നമ്മൾ താഴത്തോട്ട് വായിച്ചാൽ 15-ാം വാക്യത്തിൽ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. പിന്നെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളിൽ തുറന്നു. എ ന്യൂ സ്റ്റാർട്ട് ഇൻ സാമുവൽസ് ലൈഫ്. ഞാൻ അങ്ങനെ അത് പഠിപ്പിക്കാറുണ്ട്. അതിൻ്റെ 19-ഉം 20-ഉം വാക്യം വായിച്ചാട്ടെ. എന്നാൽ ശമൂവേൽ അല്ല, ഒരു വാക്യം നമ്മൾ വിട്ടുപോയി. 1 ശമൂവേൽ 3-ന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. Now Samuel did not yet know the Lord, nor was the word of the Lord yet revealed to him. ചെറുപ്പം മുതലേ ദൈവത്തിന്റെ സന്നിധിയിൽ എലിപുരോഹിതന്റെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യാം. ശമൂവേൽ ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്നു വന്നു ഇതെല്ലാം പറയുന്നുണ്ട്. ഇത്രയും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നത്. യഹോവയുടെ വചനം അന്നുവരെ വെളിപ്പെട്ടതുമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ശമൂവേലിനെ വിളി കേൾക്കുന്നത്. അതിൻ്റെ താഴത്തോട്ടുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ അവസാന വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ യഹോവ ശിലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശിലോവിൽ വെച്ച് പ്രത്യക്ഷനായി. 7-ാം വാക്യം പറയുന്നു, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം വെളിപ്പെട്ടതുമില്ല. 21-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ യഹോവ ശിലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഒരു മറുപടി, എങ്ങനെയാണ് യഹോവയെ അറിയുന്നത്, ഇല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നത്? You need to know him through the word of God. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ഇത് വെളിപ്പെടണം. കാരണം നമ്മളൊരു മെസ്സേജ് കേട്ടത് കൊണ്ടോ ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ വചനവുമായിട്ട് റൂത്ത് ഇരുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ദൈവത്തോട് ചോദിച്ച് നിങ്ങൾക്കത് വെളിപ്പാടായിട്ട് കിട്ടുമ്പോഴാണ് അത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ വരുന്നത്, ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ എഴുതുന്നത്. മനസ്സിലായില്ലേ? അത് വെളിപ്പാടായിട്ട് കിട്ടാത്തിടത്തോളം കാലം ഇത് നമുക്ക് അറിവായിട്ടിരിക്കും, അറിവ് ചീർപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിത് വചനങ്ങൾ വെളിപ്പാടായിട്ട് ദൈവത്തിൽ നിന്ന് തന്നെ നമ്മൾ പ്രാപിക്കുമ്പോഴാണ്. ദേവദാസന്മാരുടെ പ്രസംഗങ്ങളെല്ലാം കേൾക്കാം, ക്ലാസ്സുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് ദൈവത്തിൽ നിന്ന് കിട്ടുമ്പോഴാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ പറയാറുണ്ട്, നമ്മളുടെ ശിഷ്യന്മാരൊന്ന് ചിന്തിച്ചു നോക്ക്. 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ രാവും പകലും ഇവർ നടന്നു. വൈകുന്നേരം അവർ തിരിച്ച് വീട്ടിലൊന്നും പോയിട്ട് ബൈബിളിൽ പറയുന്നില്ല അല്ലേ? അപ്പോൾ രാവും പകലും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടു, കൂടെ നടന്നു. പക്ഷെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ടതിന് ശേഷം ഇവരെല്ലാവരും അവരെ പഴയ പണിക്ക് തിരിച്ചു പോയിട്ടാണ് കാണുന്നത് അല്ലേ? പത്രോസ് 6 പേരെ കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നു, 2 പേര് എമ്മാവൂസിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. അവൻ ഇസ്രായേലിലെ ആശ്വാസത്തിനുള്ള കാത്തിരുന്നു. കർത്താവ് പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല, ലിറ്ററായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ കർത്താവ് ഇവർ ചേർന്ന് നടന്ന് ഇവർ മടക്കിക്കൊണ്ടിരുന്നതാണ് ആ ലൂക്കോസിന്റെ സുവിശേഷയുടെ അധ്യായത്തിൽ. അതുപോലെ തന്നെ പത്രോസിൻ്റെ മീൻ പിടിക്കാൻ പോയപ്പോഴും അവരെല്ലാം പിന്നെയും പോയിട്ട് കർത്താവ് റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നത് കാണാം അല്ലേ? അപ്പോൾ ഇത്രയും കർത്താവിൻ്റെ വായിൽ നിന്ന് ഇവർ വചനം കേട്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും ഇവർക്കത് മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര അധികം. അപ്പോൾ ഞാൻ എപ്പോഴും വചനം പഠിപ്പിക്കുമ്പോഴും ആൾക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് വചനം നമ്മൾ വായിക്കുമ്പോഴേക്കും ദൈവത്തോട് ചോദിക്കണം, കർത്താവെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ബുദ്ധി ഒന്ന് തുറക്കണം. കാരണം അതാ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവസാനം കർത്താവ് ശിഷ്യന്മാരോട് ചെയ്തത്. അവരെ എമ്മാവൂസിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവന്നു, പിടിക്കാൻ പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. കർത്താവ് അപ്പം നുറുക്കി മറ്റു പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സങ്കീർത്തനത്തിലും പ്രവചന പുസ്തകങ്ങളിലും മോശയുടെ എല്ലാ പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അവസാന വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 44-ഉം 45-ഉം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. പിന്നെ അവൻ അവരോട്, ഇതാവുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു.
മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തന പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ നമ്മൾക്കിത് എത്രമാത്രം മനസ്സിലാകും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ വായിക്കുന്നതിന് തുടങ്ങുന്നതിന് മുന്നേ കർത്താവെ ഇത് മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിയെ നീ തുറന്നു തരണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളുടെ അകത്തുനിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഈ വചനത്തിലൂടെ ശമൂവേലിന് വെളിപ്പെട്ടതുപോലെ കൂടുതലായിട്ട് അവന് വെളിപ്പെടാൻ പറ്റും. വചനത്തിലൂടെ വെളിപ്പെട്ടു എന്ന് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ യഹോവയെ കൂടുതൽ അറിയുന്നത് വചനത്തിലൂടെ തന്നെയാണ്. ഒരു കാര്യം മറന്നു പോയത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം, യഹോവയെ അറിയണമെന്ന് നിർബന്ധമില്ല. അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. പക്ഷേ ആ ചോദിച്ചതിൻ്റെ ഒരു ചെറിയൊരു ആൻസർ കിട്ടിയില്ല. യഹോവയെ അറിയുന്നത് അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നത്, കൂടുതൽ അടുത്ത് അറിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. നമ്മൾ വായിക്കുമ്പോൾ ഈ വചനം നമ്മളെ വായിക്കുക, വചനം തിരിച്ചിങ്ങോട്ട് നമ്മളോട് സംസാരിക്കണം. അതാണ് ഇത് ജീവനുള്ളതായത് അല്ലേ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. സോ അത് നമ്മളോട് സംസാരിക്കണം. അത് നമ്മളോട് സംസാരിക്കുമ്പോഴാണ് അത് ലൈവായിട്ട് മാറുന്നതും അത് നമുക്ക് അത് വെളിപ്പാടായിട്ട് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചായിരുന്നു. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു എൻലൈറ്റ്മെന്റ് നമുക്ക് കിട്ടത്തില്ല, ഒരു പ്രകാശനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് പ്രകാശിപ്പിച്ചു തരുന്നതാണ്. അത് വചനത്തിൻ്റെ ഒരു ലെവലാണ്. വചനം നമുക്ക് അറിവായിട്ട് കിട്ടും, വചനം നമുക്ക് പ്രകാശനമായിട്ട് കിട്ടും. അതിൻ്റെ അടുത്ത ലെവലാണ് വചനം നമുക്ക് വെളിപ്പാടായിട്ട് കിട്ടണം. വെളിപ്പാട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഗാഡ് അല്ലേ. ഞാൻ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു, എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് വെളിപ്പാടാകത്തില്ല ഒരിക്കലും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഓർമ്മിച്ചതല്ല, മന്നയുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ മന്ന അവരവർ പെറുക്കണം അല്ലേ. അതൊരു പാസ്റ്ററിനോ വേറൊരാൾക്കോ നമുക്ക് തരാൻ പറ്റത്തില്ല. അവരവർ പെറുക്കണം. അതാണ് ലൈഫ്. ഓക്കെ, ആ ലൈഫും കൊണ്ടാണ് നമ്മൾ ചർച്ചിൽ ചെല്ലുന്നത്. ചർച്ചിൽ ചെല്ലുമ്പോൾ നമുക്ക് പോകേണ്ട ഡിറക്ഷനാണ് അവിടുത്തെ മെസ്സേജ് നമുക്ക് കിട്ടേണ്ടത്. അത് നമ്മുടെ ആഹാരമാക്കി മാറ്റരുത്. നമുക്ക് വേണ്ട ആഹാരം നമ്മൾ തന്നെ കഴിക്കണം. അത് യു ഹാവ് ടു പിക്ക് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. അത് അതിരാവിലെ മഞ്ഞ് വീഴുമ്പോൾ തന്നെ ഈ മഞ്ഞ വീഴുന്നത് പറഞ്ഞ പോലെ അത് പെറുക്കണം. കാരണം വെയിൽ മൂത്താൽ മഞ്ഞ് ഒരുക്കുമ്പോഴേക്കും മഞ്ഞ കിട്ടത്തില്ല. സോ ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അനേക പ്രിൻസിപ്പിളുണ്ട്. അപ്പോൾ എനിവേ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതാ അതിൻ്റെ ആൻസർ എനിക്കറിയാവുന്നത്. എന്നെ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? അതാണ് നിത്യജീവൻ, ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ഇത് അറിയും തോറും നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ വചനം നമുക്ക് അല്പം ജീവനുണ്ട്, നമുക്ക് വീണ്ടും ജനിച്ചു, എന്നാൽ അവിടുന്ന് ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. There's a spiritual prosperity in the word of God. ഇന്ന് ലോകം പറഞ്ഞുള്ള പ്രോസ്പെരിറ്റി അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് there's a spiritual prosperity. വിശ്വാസത്തിൽ ആരോഗ്യം, പ്രത്യാശയിൽ സമൃദ്ധി, ജീവനിൽ നിന്ന് ജീവൻ. അതെല്ലാം വചനത്തിലുള്ളതാണ്. നമുക്കത് വേറൊരു ക്ലാസ്സിൽ എടുക്കാം. സ്പിരിച്വൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഞാൻ എടുക്കാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരാപരം ജീവനുണ്ടാകാനുള്ള ദൈവം തന്നേക്കുന്നത്. നമുക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അപ്പോൾ വചനം വായിച്ച് നമുക്കത് വെളിപ്പാടായിട്ട് കിട്ടുമ്പോൾ ആ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മളിലുണ്ടാകുന്നത്. ഏത് വിഷയം, സമാധാനം, സന്തോഷം എല്ലാം അതിൻ്റെ ഐശ്വര്യമായിട്ട് നിങ്ങളിൽ വാഴട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും, വാഴുന്നൊരു അനുഭവം എന്ന് പറയുമ്പോഴേക്കും പിന്നെ നമുക്ക് സമാധാനത്തിന് പഞ്ഞമില്ല, പിന്നെ സന്തോഷത്തിന് പഞ്ഞമില്ല. അതാണ് ദൈവരാജൻ്റെ അനുഭവം. Okay, so that's the only way you need to know God, through the word of God. Amen. Amen. അപ്പോൾ അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Thank you. Amen. God bless you. Amen.